ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സൺഡേ ഈവനിങ് ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, ചുമ്മാ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്താണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് എനിക്ക് 1-2 പേരൊക്കെ മെയിൽ അയച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താണ് ഇപ്പോൾ വീഡിയോസിൽ ഇതേപോലെ പണ്ട് കാണിച്ചിരുന്നത് പോലെ പൂക്കളും ചെടികളും ഒക്കെ കാണിക്കാത്തത് എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പണ്ടത്തെ പോലെ ഇപ്പോൾ വീട്ടിൽ ചെടികളും അത്രയ്ക്കും പണ്ടുണ്ടായിരുന്ന അത്രയും ചെടികളും പൂക്കളും ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ പലരും പറയാറുണ്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ ചെടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു എന്ന്. അത് എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറേ സമയം ഈ ഒരു ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്ക് അത്യാവശ്യം അവരുടേതായ കാര്യങ്ങൾ കൊണ്ട് തിരക്കുണ്ട്. അമ്മയാണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഡെയിലി ഇപ്പോൾ പഞ്ചായത്തിലൊന്നും പോകേണ്ടി വരില്ല. പക്ഷെ അമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പം ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഡെയിലി തന്നെ പഞ്ചായത്തിൽ പോകേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഇപ്പം വാവയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 വീക്ക് എൻ്റെ വീട്ടിലും 1 വീക്ക് ഏട്ടൻ്റെ വീട്ടിലും അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 1 വീക്ക് അമ്മ ചില പരിപാടികൾ, അതായത് ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികൾക്കൊക്കെയാണ് പൊതുവേ പോകാറ്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഓരോ പ്രോഗ്രാമുകളൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അമ്മയുടെ ഒരു പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് കെയർ ചെയ്യാനുള്ളൊരു സമയമില്ല. പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ കൂടുതൽ സമയം ഞാനും വീട്ടിൽ വരാറുണ്ട്. എനിക്കും പണ്ടത്തെ അത്ര ഒരു സമയമില്ല, ഇൻട്രസ്റ്റ് അങ്ങനെ പോയിട്ടൊന്നുമില്ല ചെടി വെക്കാനുള്ള. എന്നാലും ഞാൻ ഇതിൻ്റെ പുറകെ പോകാൻ വിചാരിക്കുമ്പോഴൊക്കെ ഓർക്കും, ഓക്കെ ഒരുപാട് സമയം പോകുമല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്നുള്ളത് വിചാരിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം വാവയ്ക്ക് കുറുക്കൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അതായത് ഇവിടെ അടുത്ത് ടൂറിസം ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം, ഇവിടെ അടുത്ത് മുക്കെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ടൂറിസം ഫെസ്റ്റ് നടക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഉദ്ഘാടന ദിവസമാണ്. അപ്പോൾ ദേ അമ്മയാണ് കേട്ടോ ആ ഒരു യെല്ലോ സാരി ഉടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്നത് അമ്മയുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് സ്മിത ആൻറ്റി. പിന്നെ അതേപോലെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, മോൻസ് ജോസഫ് MLA ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമിന് പോയി ഒന്ന് അവനെയായിട്ട് ഭാവേനെയായിട്ടൊന്ന് ചുമ്മാ നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അങ്ങനെ അധികം അവിടെ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു പാടവും അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. ആ സമയത്ത് ആ ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ട് അതൊന്നും ഓപ്പൺ ആയിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഒരു മണിക്കൂറോളം വെറുതെ അതിലൂടെയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇന്നിപ്പം ഏട്ടനുള്ള ദിവസമായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വീഡിയോ ഷൂട്ടിംഗ് ഏട്ടനാണ് കേട്ടോ. അത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന വെച്ചിട്ടല്ല വീഡിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മേ ബി വീഡിയോയിൽ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ കുറച്ച് സമയം അതിലേക്കൂടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ വിട്ടുപോകും, നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്താണ് തോന്നുന്നത്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം എനിക്കിങ്ങനെ കമൻറ്റ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് പുതിയ വീഡിയോസ് ഇടാൻ എനിക്കൊരു പ്രചോദനം അതാണ്. സ്ഥിരം ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ പേര് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. അർച്ചന, ആദിത്യ, ലക്ഷ്മി, ദേവു, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുടെ കമൻറ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ സ്ട്രോങ് 0607 അങ്ങനെ മറ്റൊരു ID, അത് പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ കമൻറ്റ് ഇപ്പോൾ ഡെയിലി കണ്ടിട്ട് പിന്നെ കാണാതാകുമ്പോൾ എന്തായിരിക്കും ഇവർ കമൻറ്റ് ഇടാത്തത്, അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ ഞാൻ ഒരുപാട് നാൾ വീഡിയോ ലാഗ് ആകുമ്പോഴത്തേക്ക് എനിക്ക് മെയിലൊക്കെ അയക്കാറുണ്ട്, എന്താണ് ചേച്ചി വീഡിയോസ് ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. സോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അച്ഛൻ വെളിയിൽ പോയിട്ട് പൊറോട്ടയും അതേപോലെ ഗോബി മഞ്ചൂരിയനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ അന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ ഹോട്ടലിൽ കിട്ടുന്ന ബട്ടർ ചിക്കനൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ തിരിച്ച് വന്ന വഴിക്ക് ഒരു ഫ്രഷ് ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുകൂടി അത് അറേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ അപ്പം എന്തായാലും പൊറോട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് കട്ടൻ ചായയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ കട്ടനൊക്കെ വെച്ചു. അതിനുശേഷം കുറച്ച് മുട്ട ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ മുട്ടയൊന്ന് ഓംലെറ്റ് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും ചെയ്തിട്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാനിരിക്കുവാണ്. അപ്പോൾ ഇതൊരു നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണല്ലോ. എനിക്ക് പൊറോട്ട ചിക്കൻ കറി അല്ലെങ്കിൽ പൊറോട്ട ഇതേപോലെ ഗോബി മഞ്ചൂരിയൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ അത് കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ രാത്രിയിൽ ചോറുണ്ണാറില്ല. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു വിശപ്പങ്ങ് പോകില്ല. അത് ഒരെണ്ണേ കഴിക്കുള്ളൂ. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം എനിക്കിനി കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ 10th പ്രിലിംസ് എനിക്ക് 4th സ്റ്റേജ് ആയിരുന്നു. എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും സാറ്റർഡേ ആയിരുന്നു എനിക്ക് എക്സാം. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മൂഡ് പോയി എന്ന് വേണേൽ പറയാം. പക്ഷേ എനിക്ക് പ്രോപ്പർ റിവിഷൻ ഞാൻ പറഞ്ഞല്ലോ, കോളേജിൽ കയറിയത് കൊണ്ട് ഇത് നമ്മളൊരു ട്രാക്കിലായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ റിവിഷനൊന്നും നടന്നില്ല. പക്ഷെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ റിവൈസ് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ റിവൈസ് ചെയ്യാത്ത അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു എക്സാം എഴുതിയ സമയത്ത് തോന്നിയത് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ നടന്ന ബാക്കിയുള്ള ഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 4th സ്റ്റേജാണ് കുറച്ച് ടഫ് എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഫസ്റ്റും സെക്കൻഡ് തേർഡ് സ്റ്റേജിലൊക്കെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ നമ്മുടെ PSC ക്ലൈംബറിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയത് കൊണ്ട് എനിക്ക് തോന്നി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി ഒരു ടഫായിട്ട് എനിക്ക് തോന്നി. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നവോത്ഥാനം അല്ലെങ്കിൽ കേരള ജോഗ്രഫി, അതിൽ നിന്നൊക്കെ വന്ന കുറേ എന്താ പറയുക എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റിംഗ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനിയുള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞുകൊണ്ട് കോളേജിൽ ഓൾമോസ്റ്റ് നമ്മൾ ഒന്ന് ഓക്കെ ആയിട്ട് ആ ഒരു ട്രാക്കിൽ അങ്ങ് വരുന്നുണ്ട്. നോട്ട്സൊക്കെ ഞാൻ കളക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നാളെ മൺഡേ കോളേജിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് കോപ്പി എടുക്കണം. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് അത് സിലബസ് നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് നോട്ട്സ്, അതായത് നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസിലുള്ള കുറച്ച് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. എക്സാമിന് മുന്നേ ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ ആ എക്സാമിൻ്റെ ആ ഒരു തിരക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ റിവിഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ബാക്കി കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ രാത്രിയിൽ കുറച്ച് സമയം ഇരുന്ന് ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിലും പഠിച്ച സമയത്ത് എല്ലാ നോട്ടും എൻ്റെ കയ്യിലില്ലെങ്കിലും പണ്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് എഴുതി പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴാണെങ്കിലും നമുക്ക് എടുത്ത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിച്ചതായതുകൊണ്ട് തന്നെ ഒരു കണക്ഷൻ കിട്ടുമല്ലോ. പിന്നെ ഇങ്ങനെ ഒരുപാടുള്ള ഏരിയാസൊക്കെ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഏരിയാസൊക്കെ ഞാൻ പൊതുവെ നോട്ട്സാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ആ നോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കുമ്പോഴാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും, പക്ഷെ അത് ആവാൻ ബുദ്ധിമുട്ട് ആണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാൻ യാതൊരുവിധ മൂഡുമില്ല. ഒന്ന് നമ്മളിങ്ങനെ പോയി ട്രാവലൊക്കെ ചെയ്തൊക്കെ വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാരണം എനിക്ക് പഠിക്കാൻ യാതൊരു മൂഡുമില്ല. പിന്നെ എനിക്ക് ക്ലാസ് പെൻഡിങ് ഉണ്ട് എൻട്രിയുടെ ഒക്കെ, അപ്പോൾ അതൊക്കെ നോക്കാനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഒരു അരമണിക്കൂർ ഡെയിലി ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 20 മിനിറ്റ്സ് എങ്കിലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും. പക്ഷേ എന്താ പറയുക, നമ്മളെ നിർബന്ധപൂർവ്വം കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ് എൻ്റെ അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് സമയം പഠിച്ചുള്ളൂ. ഒരു അരമണിക്കൂർ അത്രയും നോട്ട്സ് എഴുതാനിരുന്നിട്ടുള്ളൂ. പിന്നെ അത് പഠിക്കണം, നോട്ട് എഴുതിയിട്ട് അതിരുന്ന് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് എൻട്രിയുടെ കുറച്ച് നോട്ട്സ്, നാളെ എനിക്കൊരു ക്ലാസ് എടുക്കാനുണ്ട്, അപ്പം അതിൻ്റെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് സമയം ഈ പറഞ്ഞ പോലെ പഠിക്കാനിരുന്ന പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ആ നോട്ട് ഉണ്ടാക്കാൻ കൂടി ആ ഒരു ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് നോട്ട് ഉണ്ടാക്കി. പിന്നെ എനിക്ക് മൺഡേ കോളേജുള്ള ദിവസമാണ്, പക്ഷേ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മൺഡേ ഉച്ചവരെ കോളേജുള്ളൂ. പിന്നെ ട്യൂസ്ഡേയും വെനസ്ഡേയും നമുക്ക് ലീവാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, അവിടുത്തെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം നമുക്ക് അങ്ങനെ ഒരു ലോക്കൽ ഹോളിഡേ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ദിവസം മാക്സിമം ഇരുന്ന് എൻട്രിയുടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. സോ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക്